ഇന്ത്യയിലെ ആദ്യത്തേതും വലുതുമായ കമാന അണക്കെട്ട്, കാനഡയുടെ സഹായത്തോടെ കേരളത്തിൽ നിർമ്മിച്ച അണക്കെട്ട്, പ്രകൃതിയുടെ മനോഹാരിതയ്ക്കിടയിൽ മനുഷ്യൻ്റെ മനോഹരമായ ഒരു ശില്പം. അതെ, ഇടുക്കി ഡാം. ഇടുക്കി ഡാമിൻ്റെ കഥ ഇവിടെ തുടങ്ങുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ലേബലിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ പ്രത്യക്ഷമാകുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇടുക്കി ഡാമിൻ്റെ ജനനത്തിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. ശ്രീരാമനും സീതയും വനവാസ കാലഘട്ടത്തിൽ പെരിയാറിൻ്റെ തീരത്ത് എത്തുകയും സീത കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറവനും കുറത്തിയും സീതയുടെ സൗന്ദര്യത്തിൽ ആകർഷകരായി ഒളിഞ്ഞു നോക്കുകയും ഉണ്ടായി. ഇത് കണ്ട ശ്രീരാമൻ തീരെ പിടിച്ചില്ല. അദ്ദേഹം ഇവരെ ശപിച്ച് ഇന്ന് കാണുന്ന കുറവനും കുറത്തിയും മലകളാക്കി മാറ്റി. ഇങ്ങനെ ശപിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കുറവനും കുറത്തിയും താണുകയാണ് അപേക്ഷിച്ചു, തങ്ങളെ ശപിക്കരുത്, തങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്ന്. പക്ഷെ ശ്രീരാമൻ ശപിക്കുവാൻ തന്നെ തയ്യാറായി. പക്ഷെ അവർക്കൊരു ഉറപ്പ് നൽകി, നിങ്ങൾ കലിയുഗത്തിൽ നിങ്ങൾ ഒന്നിപ്പിക്കപ്പെടുമെന്നും പിന്നീട് നിങ്ങൾക്ക് പിരിയേണ്ടി വരില്ല എന്നും. അതെ, ഇടുക്കി ഡാമിന്റെ ജനനം. ഇടുക്കി ഡാം ഇന്ന് കുറവൻ കുറത്തി മലകളെ ഒന്നിപ്പിച്ചിരിക്കുന്നു. ഇടുക്കി ഡാമിന്റെ കഥകൾ തുടങ്ങുന്നത് 1932 അന്നത്തെ മലങ്കര എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിരുന്ന WJ ജോൺ, അദ്ദേഹം നായാടിനായിട്ട് ഘോര വനങ്ങളിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നായാടിനിടയിലാണ് അദ്ദേഹം കുളുമ്പൻ എന്ന് പറഞ്ഞ ഒരു ആദിവാസിയെ പരിചയപ്പെടുകയാണ്. പിന്നീടുള്ള യാത്രകളിൽ, നായാടിന് വേണ്ടി നടക്കുന്ന യാത്രകളിൽ സഹയാത്രികനായി ഇദ്ദേഹത്തെ കൂട്ടുകയാണ്. ഈ കുളുമ്പനാണ് ഇദ്ദേഹത്തിന് കുറവൻ കുറത്തി മലയെ കാട്ടിക്കൊടുക്കുന്നത്. പെരിയാറിന്റെ സൗന്ദര്യവും കുറവൻ കുറത്തി മലയുടെ സൗന്ദര്യമൊക്കെ ജോണിനെ ഏറെ ആകർഷിച്ചു. അദ്ദേഹം അവിടെ ഒരു ജലസേചന പദ്ധതി, ഇല്ലെങ്കിൽ ഒരു ജലവൈദ്യുത പദ്ധതിയുടെ ഒരു സാധ്യതകളെ മനസ്സിലാക്കുകയും തൻ്റെ സഹോദരനെ കൂട്ടുപിടിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരുവിതാംകൂർ രാജാവിനെ ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. ജോണിന്റെയും സഹോദരന്റെയും നിർദ്ദേശങ്ങളൊന്നും അനുസരിച്ച് തിരുവിതാംകൂർ സർക്കാർ ഡാം നിർമ്മിക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നീട് ഇറ്റാലിയൻ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള സാന്തിയോ മസ്കലയോയും അതുപോലെ തന്നെ അജുമോ ഒമേദയെയും കൂടി ഇതേപോലെ തന്നെ തിരുവിതാംകൂർ സർക്കാരിന് 1937 റിപ്പോർട്ട് നൽകുകയുണ്ടായി. പക്ഷേ ഇതൊന്നും അനുസരിച്ച് ഡാമുകൾ നിർമ്മാണം അന്ന് ആരംഭിച്ചില്ല. പിന്നീടും ഒരുപാട് പഠനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വന്നു. പിന്നീട് 1961 ഒരു വ്യക്തമായ രൂപരേഖയൊക്കെ തയ്യാറാവുന്നത്. ഇത് കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം ലഭിക്കുന്നത് 1963 1969 കൂടിയിട്ട് ഡാമിന്റെ പണി ആരംഭിക്കുകയും ചെയ്തു. കാനഡയുടെ സഹായത്തോടെ, കനേഡിയൻ ടെക്നോളജിയിലാണ് ഇന്ന് കാണുന്ന ഇടുക്കി ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 15,000-ഓളം പേരാണ് ഇടുക്കി ഡാമിന് വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കിയത്. ഇതിലൊരു 85-ഓളം പേര് പല രീതിയിലായിട്ട് മരണപ്പെടുകയും ഉണ്ടായി. ഇടുക്കി ഡാമിൽ സംഭരിക്കപ്പെടുന്ന വെള്ളം ചെറുതോണി പുഴയിലൂടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെറുതോണി ഡാമും അതുപോലെ തന്നെ കിളിവള്ളിത്തോടിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുളമാവ് ഡാമും നിർമ്മിക്കപ്പെട്ടു. ഇങ്ങനെ 3 ഡാമുകൾ ചേർന്ന ഒരു സമുച്ചയമാണ് ഇടുക്കി ഡാമിന്റെ ജലസംഭരണി എന്ന് നമുക്ക് പറയാവുന്ന. 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇടുക്കി ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് 168.9 മീറ്ററാണ് ഇടുക്കി ഡാമിന്റെ ഉയരം. നീളമാകട്ടെ 365.85 മീറ്ററാണ് നീളം വരുന്നത്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏറ്റവും വലിയ ആർച്ച് ഡാമും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്നീ പ്രത്യേകതകളൊക്കെ ഇടുക്കി ഡാമിനുണ്ട്. ഇടുക്കി ഡാമിന് ഷട്ടറുകളില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ആധുനിക രീതിയിൽ ഭൂകമ്പത്തെ തരണം ചെയ്യാൻ പറ്റുന്ന ശേഷിയോട് കൂടിയിട്ടാണ് ഇടുക്കി ഡാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഡാമിൽ സംഭരിക്കപ്പെടുന്ന ജലം മൂലമറ്റം പവർ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ചെടുക്കുന്നു. ഇന്ന് ഇടുക്കി ഡാം വെറും ഒരു ഡാം മാത്രമല്ല, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സ്പോട്ട് കൂടിയാണ്. ബോട്ടിംഗ് സൗകര്യം, ട്രക്കിംഗ് സൗകര്യം, അതുപോലെ ഫോറസ്റ്റിന്റെ മനോഹാരിത എല്ലാം ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല സീസൺ സെപ്റ്റംബർ ടു മെയ്, ആ ഒരു സീസണിലാണ് നമുക്ക് ഇടുക്കി ഡാമിൽ ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതിനുള്ള കാരണങ്ങൾ മാക്സിമം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ വീഡിയോയിൽ ഉണ്ടായേക്കാം. കാരണം എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒരാഴ്ചയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ലേബലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ പ്രതീക്ഷ വന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.
അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു നല്ല അറിവുമായിട്ട് വീണ്ടും വരാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ്. ഇറ്റ്സ് മീ നിതിൻ രാജ് സൈനിങ് ഓഫ്.